പിക്കിൾ ബോൾ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വെള്ളി മെഡൽ. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നടന്ന ടൂർണമെന്റിൽ അവാത ഗ്രൂപ്പ് വൈസ് ചെയർപേഴ്സൺ സിന്ധൂർ മിത്തലും രക്ഷിക രവിയും ചേർന്ന സഖ്യമാണ് മെഡൽ സ്വന്തമാക്കിയത്. ടെന്നീസിനോട് സാദൃശ്യമുള്ള പിക്കിൾ ബോൾ സമീപകാലത്ത് ലോകത്താകെ ശ്രദ്ധയാകർഷിക്കുന്ന കായിക ഇനമാണ്. ദക്ഷിണാഫ്രിക്ക എക്കെതിരായ ടെസ്റ്റിൽ ഇന്ത്യൻ എക്ക് മേൽക്കൈ. ആദ്യ ദിനം ദക്ഷിണാഫ്രിക്ക 9 വിക്കറ്റ് നഷ്ടത്തിൽ 299 റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് അവസാനിപ്പിച്ചു. തനുഷ് കോട്ടിയാന് 4 വിക്കറ്റ് നേടി. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ പരിക്കേറ്റ ഋഷഭ് പന്താണ് ഇന്ത്യൻ എ ടീമിനെ നയിക്കുന്നത്. മത്സരം നാളെ രാവിലെ 9:30 പുനരാരംഭിക്കും. അന്താരാഷ്ട്ര T20യിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടും സഞ്ജു സാംസണോട് ഇന്ത്യ അന്യായമായി പെരുമാറുന്നുവെന്ന് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം കെ ശ്രീകാന്ത്. സഞ്ജുവിനെ 11ാമനായി ഇറക്കാനും ഇന്ത്യ മടിക്കില്ല. ഇന്ത്യൻ ടീമിൽ ഏറ്റവും നിർഭാഗ്യവാനായ വ്യക്തി സഞ്ജു സാംസൺ ആണെന്നും ശ്രീകാന്ത് പറഞ്ഞു. ശുഭൻ ഗിൽ ഇന്ത്യയുടെ T20 ടീമിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടമാക്കിയത്. നെറ്റിൽ ക്രിക്കറ്റ് പരിശീലനത്തിനിടെ പന്ത് തലയിൽ കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റിരുന്ന കൗമാര താരം അന്തരിച്ചു. 17-കാരനായ ബെൻ ഓസ്റ്റിനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഓസ്ട്രേലിയയിലെ മെൽബണിൽ ഫെൻട്രി ഗില്ലിനിടെ പരിശീലനത്തിനിടെയാണ് ബെന്നിന് പരിക്കേറ്റത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ഓസ്റ്റിൻ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഓസ്ട്രേലിയക്കെതിരായ സിഡ്നി ഏകദിനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശേഷം ആദ്യ പ്രതികരണം നടത്തി ശ്രേയസ് അയ്യർ. ആരാധകരുടെ പിന്തുണയ്ക്കും സ്നേഹത്തിനും നന്ദി. പരിക്ക് ഭേദപ്പെടുന്നുണ്ടെന്നും ആരോഗ്യം ദിവസേന മെച്ചപ്പെടുന്നുണ്ടെന്നും ശ്രേയസ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. സ്പോർട്സ് ഒളിമ്പിക്സ് കരാറിൽ നിന്ന് പിന്മാറി സൗദി അറേബ്യയും അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയും. 12 വർഷത്തേക്കായിരുന്നു സൗദിയും ഒളിമ്പിക്സ് കമ്മിറ്റിയും തമ്മിൽ കഴിഞ്ഞ വർഷം കരാറിൽ ഒപ്പുവെച്ചിരുന്നത്. നേരത്തെ ഈ വർഷം റിയാദിൽ നടക്കാനിരുന്ന ആദ്യ സ്പോർട്സ് ഒളിമ്പിക്സ് 2027 മാറ്റി.